ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട്ടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുന്ന നിധി ബാഗ് എടുക്കാനായി റൂമിലേക്ക് വരുമ്പോൾ ഒരു പാമ്പിനെ കാണുകയാണ്. ഭയത്തോടുകൂടി ഉറക്ക കരഞ്ഞ് ചെവി ഒത്തിപ്പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, സുധീഷ് പാമ്പ്, സുഭാഷേട്ട ഓടിവാ, സുധീഷ് എവിടാ, ഒന്ന് ഓടിവാ. ഇത് കേട്ട് സുധീഷ് ഉറക്കെ പറയുന്നു, സുഭാഷേട്ട നിധിയുടെ കരച്ചിലല്ല കേൾക്കുന്നത്. അങ്ങനെ റൂമിന്റെ അരികിലേക്ക് വന്ന് വാതിൽ തട്ടി നിധിയെ വിളിക്കുകയാണ് അവർ. ഹരീഷും നികേഷും അവിടെ കൂടി വരുന്നു. വാതിൽ തുറക്കെന്ന് പറഞ്ഞ് അവർ വാതിൽ തട്ടി ബഹളം വെക്കുകയാണ്. ഭയത്തോടുകൂടി കണ്ണടച്ചു കേൾക്കുന്ന നിധി പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോൾ പാമ്പിനെ അവിടെ കാണുന്നില്ല. നിധി ഓടി വന്ന് വാതിൽ തുറക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഓടിക്കൊണ്ട് നിധി പറയുന്നു, അയ്യോ പാമ്പ്, എവിടെ പാമ്പെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്റെ റൂമില് വലിയൊരു പാമ്പാ സുഭാഷിട്ട, മാ നോക്കാന്ന് പറഞ്ഞ് സുധീഷും സുഭാഷും പതിയെ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നികേഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ വെറും കൈയോടെ പോകുന്നത്? ഒരു കമ്പങ്ങാണ് എടുത്തോണ്ട് പോകും. പാമ്പിനെ കയ്യിലെടുത്ത് ഉമ്മ കൊടുക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, തല്ലിക്കൊല്ലാനല്ലേ. സുഭാഷ് പറയുന്നു, എടാ ഹരീഷ്, ഒരു കമ്പെടുക്ക്. സുഭാഷും സുധീഷും ഹരീഷും കമ്പു എടുത്ത് നിധിയുടെ റൂമിലേക്ക് പോവുകയാണ്. നികേഷ് ഭയത്തോടുകൂടി കസേരയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, എടത്തി പാമ്പ് ഇറങ്ങി ഓടി വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ മുകളിൽ കയറിയിരുന്നത്. അങ്ങനൊക്കെ വരുമോ എന്ന് ചോദിച്ച് നിധിയും ഒരു കസേരയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. റൂമിലെല്ലാം പാമ്പിനെ അന്വേഷിക്കുന്ന സുഭാഷ് ചോദിക്കാണ്, നിധി മോളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, എവിടെയാ കണ്ടത്? മോൾ ഇങ്ങോട്ട് വന്നേ. നിധി ഭയത്തോടുകൂടി കസേരയിൽ നിന്ന് ഇറങ്ങി നികേഷിനോട് പറയുന്നു, എടാ നീയും വാടാ. ഞാൻ വരില്ല എന്ന് നികേഷ് പറയുമ്പോൾ എനിക്ക് തനിച്ചു പോകാൻ പേടിയാ, വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് നികേഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിനകത്തേക്ക് പോവുകയാണ് നിധി. സുഭാഷ് ചോദിക്കുന്നു, മോളെ പാമ്പിനെ എവിടെ കണ്ടത്? ഇവിടെ കണ്ടതെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഇവിടെങ്ങും പാമ്പില്ലല്ലോ. പെട്ടെന്ന് അവർ കാണുകയാണ് ജനലിലൂടെ പുറത്തേക്ക് പോകുന്ന പാമ്പിനെ. പാമ്പെ എന്ന് വിളിച്ച് ജനലിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് സുഭാഷ് പറയുന്നു, പാമ്പെ നിക്കവിടെ, ഇനി ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷേട്ട അതിനെ വിട്ടേര്, അത് ടാറ്റ കാണിച്ചിട്ട് പോയില്ലേ. അപ്പൊ സുഭാഷ് പറയണ, ഇനി ഇങ്ങോട്ട് വരരുതെന്നാ പറഞ്ഞത്, ഈ ഭാഗത്ത് കണ്ടുപോകരുത്. മോളിനി പേടിക്കണ്ട, അത് പോയി. റൂമിലെല്ലാം നോക്കി, ഇവിടെ എങ്ങും പാമ്പില്ല. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് ചെറുപ്പം തൊട്ടേ പാമ്പിനെ വലിയ പേടിയാ, ഞാൻ ഇവിടെ പാമ്പിനെ കണ്ടപ്പോൾ ഭയന്നുപോയി. അപ്പൊ സുഭാഷ് പറയണ, മോള് പേടിക്കണ്ട, അതിന് ഇങ്ങോട്ട് വരില്ല. നിധി വെള്ളം കുടിക്കുന്നു പറഞ്ഞ് സുധീഷ് നിധിക്ക് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. സുഭാഷ് പറയുന്നു, സുധീഷ് ഇങ്ങനെ പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായല്ലേ. അപ്പൊ സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ, കുറെ നാളായി. ഇത് കിട്ടി കണ്ണു തള്ളി നിധി ചോദിക്കുകയാണ്, കുറെ നാളായെന്ന് പറഞ്ഞ് പാമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടോ? അപ്പൊ സുഭാഷ് പറയണ, നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു, മോൾ ഇവിടെ വന്നതിന് ശേഷം പാമ്പ് അങ്ങനെ വരാറില്ല. സുധീഷ് ചോദിക്കുന്നു, നിധി വന്നതിന് ശേഷം പാമ്പ് വന്നില്ല, അപ്പം പാമ്പിന് നിധിയെ പേടിയാണോ, അതോ നിധിയെ പാമ്പിന് ഇഷ്ടമല്ലേ? അപ്പൊ നിധി പറയണ, സുധീഷ് ഇനി ഈ വാക്ക് ഇവിടെ മിണ്ടരുത്. അപ്പൊ സുധീഷ് ചോദിക്കണ, ഏത് വാക്കാ നിധി, പാമ്പാണോ? അപ്പൊ നിധി പറയണ, അതെ അത് തന്നെയാ പറഞ്ഞത്. എന്താ സുഭാഷ് ഏട്ടാ, ഏതോ വിരുന്നുകാര് വരുന്നത് പോലെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്ന് പറയുന്നത്, വന്നത് വിഷപ്പാമ്പാണോ? അപ്പൊ സുഭാഷ് പറയണ, അത് വിഷപ്പാമ്പൊന്നും അല്ല മോളെ, ചേരപ്പാമ്പാ. സുഭാഷ് ഇങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞ ഹരീഷ് ജനാലിന്റെ അരികിലേക്ക് വന്ന് നോക്കുകയാണ്. അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നീ എന്താ നോക്കുന്നത്? അപ്പൊ ഹരീഷ് പറയണ, ഇത്രയും വലിയൊരു പാമ്പ് എങ്ങനെയാ റൂമിനകത്ത് വന്നേന്നാ ഞാൻ നോക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ, ദേ കണ്ടില്ലേ, ഇവിടെയൊക്കെ കിഴുത്തയുണ്ട്, പാമ്പ് ഈ വഴിയാ വരുന്നത്, ആദ്യം ഈ ജനൽ അടച്ചിടാം. സുഭാഷേട്ടാ ഈ ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിധി പറയണ, അതെ സുഭാഷേട്ടാ, കുറെ നാളായിട്ട് ആ ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ല, കഷ്ടപ്പെട്ടാ ഞാൻ അത് അടയ്ക്കുന്നത്. ഇത് നേരത്തെ പറയണ്ടായിരുന്നോ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, വീടിങ്ങനെ ഓട്ടയൊക്കെയുള്ള ആണെങ്കിൽ പാമ്പല്ല, എല്ലാ ജന്തുക്കളും വീടിനകത്ത് കയറും, ഇതിന് എന്തെങ്കിലും ചെയ്യണം സുഭാഷേട്ടാ. നിധി ചോദിക്കണ, ഇങ്ങനെയാണെങ്കിൽ സുഭാഷേട്ടാ എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കുക? വീടെന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിശ്വസിച്ചല്ലേ ജീവിക്കുന്നത്, ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇവിടെ പാമ്പ് കാണുവോ അവിടെ പാമ്പ് കാണുമോ എന്ന് തോന്നില്ലേ? അപ്പൊ സുധീഷ് അറിയണ, സുഭാഷേട്ടാ നിധി പറഞ്ഞത് ശരിയല്ലേ, നേരത്തെ ഇവിടെ പാമ്പ് വന്നപ്പോ തന്നെ നമ്മൾ ഇതെല്ലാം ശരിയാക്കേണ്ടതായിരുന്നു, എല്ലാം പൊട്ടി പൊളിഞ്ഞ് നടക്കുകയല്ലേ. അപ്പൊ നിധി പറയണ, ഈ റൂമില് ഞാൻ എങ്ങനെ ജീവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ സുധീഷ് പറയണ, അതൊക്കെ നമുക്ക് ശരിയാക്കാം, നിധി പോയി ഹോളിലിരിക്കും, ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. നികേഷ് ഏട്ടത്തിയും കൂട്ടി പോ, വാ ഏട്ടത്തി എന്ന് പറഞ്ഞ നികേഷ് നിധിയെയും കൂട്ടി അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷും സുധീഷും ഹരീഷും ചുറ്റും നോക്കുകയാണ്. സുധീഷ് പറയണ, സുഭാഷേട്ടാ എല്ലാം പൊട്ടി പൊളിഞ്ഞ് നടക്കുക, അവിടെ ഇവിടെയൊക്കെ ഓരോ ഓട്ടകളാ, ജനലെല്ലാം ശരിയാക്കണം, പിൻവശത്തെ ഓട് താഴേക്ക് വീഴുന്നുണ്ട്, ഇതെല്ലാം ശരിയാക്കിയേ പറ്റും. അപ്പൊ സുഭാഷ് പറയണ, ശരിയാക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ലേ? അപ്പൊ സുധീഷ് പറയണ, അതൊന്നും ഇനി ആലോചിച്ചാ പറ്റില്ല, നിധിയുടെ പേടി കണ്ടില്ലേ, ഇനി അവൾ ഈ റൂമിലേക്ക് വരുമ്പോഴെല്ലാം പേടിയായിരിക്കും, അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പൊ സുഭാഷ് പറയണ, മനസ്സിലാവുന്നുണ്ടടാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ശരിയാക്കാം. അങ്ങനെ അവർ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിധി പറയുന്നു, ഹരീഷ് വാതിൽ അടച്ചിട്ട് വാ, പാമ്പ് വീണ്ടും വരും. അപ്പൊ ഹരീഷ് പറയണ, ഇല്ല ഏട്ടത്തി, അത് പുറത്തു പോയില്ലേ, ഇനി വരില്ല. അപ്പൊ നിധി പറയണ, എന്നാലും സാരമില്ല ഹരീഷ്, ആ വാതിലങ്ങ് അടയ്ക്ക്. തുടർന്ന് ഓഫീസിലേക്ക് പോകുന്ന നിധി കാറിനകത്തെല്ലാം നോക്കുകയാണ്. ഇത് കണ്ട സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, കാറിനകത്ത് പാമ്പുണ്ടോ നോക്കുകയാണോ? അപ്പൊ നിധി പറയണ, വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാറല്ലേ, പാമ്പ് പുറത്തേക്ക് പോയതിനു ശേഷം എവിടെ പോകണമെന്നറിയാതെ കാറി വന്ന് കയറിയാലോ? ചിരിച്ചോണ്ട് സുധീഷ് പറയണ, അങ്ങനെയൊന്നും കേറില്ല നിധി, ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ. നിധി ഓഫീസിൽ നിന്നും വരുന്നതിന് മുമ്പേ നിധിയുടെ റൂമും ജനലും എല്ലാം ശരിയാക്കിയിരിക്കും, അതോർത്ത് നിധി വിഷമിക്കണം.
വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കാണ് ശരിക്കും. അപ്പൊ സുധീഷ് പറയുകയാണ് സത്യമായിട്ടും ശരിയാക്കിയിരിക്കും, നിധിക്ക് എന്നെ വിശ്വസിക്കാം. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുധീഷ് സുഭാഷിനോടും ഹരീഷിനോടും പറയുന്നു വീട് ശരിയാക്കുന്ന ജോലി ഉടനെ തന്നെ തുടങ്ങണം. അപ്പൊ സുഭാഷ് പറയുകയാണ് ശരിയാക്കാടാ, പക്ഷേ വല്യച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ പേടി. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് സുഭാഷേട്ടാ വീടിനകത്ത് പാമ്പ് വന്നില്ലേ, അത് വിഷപ്പാമ്പായിരിക്കാം. നിധി ഉറങ്ങുന്ന സമയത്താണ് പാമ്പ് വന്നിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പാമ്പ് അവളെ കൊത്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സുഭാഷ് ചോദിക്കേണ്ട നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? അപ്പൊ സുധീഷ് ചോദിക്കേണ്ട പിന്നെന്താ സുഭാഷേട്ടൻ കരുതിയിരിക്കുന്നത്? വരുന്ന പാമ്പ് ഹായ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നു. പാമ്പ് സുഭാഷേട്ടാ ഡേഞ്ചറാ, പാമ്പിനെ കണ്ടിട്ടും നമ്മൾ വീട് ശരിയാക്കിയില്ലെങ്കിൽ ശരിയാകില്ല. ഇത് കേട്ട് ഹരീഷ് പറയണ സുഭാഷേട്ടാ സുധീഷേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്, പാമ്പിന്റെ ശല്യം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കണം. ഇത് കേട്ട് സുഭാഷ് പറയുന്നു നമുക്ക് ഇപ്പൊ തന്നെ പണി തുടങ്ങാം. തുടർന്നവർ വീടെല്ലാം വൃത്തിയാക്കുകയാണ്. സുഭാഷ് അവിനാശിന്റെ ഫോണിലേക്ക് വിളിച്ച് പണിക്കാരെയും കൂട്ടി വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെടുകയാണ്. ഒരു പാമ്പ് പിടുത്തക്കാരനെയും വിളിക്കുന്നു. തുടർന്ന് പണിക്കാരും പാമ്പ് പിടുത്തക്കാരനും എല്ലാം അവിടേക്ക് വരികയാണ്. സുധീഷ് പാമ്പ് പിടുത്തക്കാരനോട് പറയുന്നു രാവിലെ ഒരു പാമ്പിനെ എന്റെ വൈഫ് റൂമിൽ കണ്ട് പേടിച്ചു. ആ പാമ്പ് പുറത്തേക്കാണ് പോയത്. അതിന്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും അനിയത്തിമാരും ഒക്കെ ഇവിടൊക്കെ തന്നെ കാണും. അവരെ എല്ലാവരെയും പിടിക്കണം. എത്ര ചിലവായാലും കുഴപ്പമില്ല, പാമ്പിനെ കിട്ടിയിരിക്കണം. തുടർന്ന് ചാന്ദിനിയെയും കൂട്ടി അവിനാശ് അവിടേക്ക് വരികയാണ്. അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു എന്താ പയ്യ ഈ ഭാഗത്തേക്കൊക്കെ? അപ്പൊ ഹരീഷ് പറയുകയാണ് ജനല് ശരിയാക്കണം, ഓട്ട അടക്കണം എന്നൊക്കെ പറഞ്ഞ് സുഭാഷേട്ടൻ വിളിച്ചിട്ട് വന്നതാ. അപ്പൊ സുധീഷ് പറയുകയാണ് ജോലി ചെയ്യാൻ വന്നതാണോ? ചാന്ദിനിയും കൂട്ടി വന്നപ്പോൾ എനിക്ക് സംശയം തോന്നി. അപ്പൊ അവിനാശ് പറയുകയാണ് ഞാൻ ഇങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ചാന്ദിനിയും കൂടെ വരുന്നെന്ന് പറഞ്ഞു. പണിക്കാരൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അകത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞ സുധീഷും ഹരീഷും അവിടെ വന്ന് പോകുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ ചാന്ദിനിയോടും അവിനാശിനോടും വിശേഷങ്ങൾ ചോദിക്കുകയാണ്. തുടർന്ന് അവർ നിധിയുടെ റൂമിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എന്താ അവിനാശ് ചാന്ദിനിയും കൂട്ടി വന്നത്? അപ്പൊ അവിനാശ് പറയണ അവളും വരുന്നെന്ന് പറഞ്ഞു. വീട്ടിൽ തനിച്ചിരിക്കുവല്ലേ, അതാ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ സുഭാഷ് പറയണ അത് നന്നായി, ഇവിടെ ആകുമ്പോൾ എല്ലാവരോടും സംസാരിക്കാമല്ലോ, നന്നായി കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഞാൻ. അപ്പോൾ അവിനാശ് പറയുന്നു ഭയ അതൊന്നും വേണ്ട, പണിക്കാരെല്ലാവരും ഇപ്പൊ വരും, എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യാം. പാമ്പ് വന്നതിനെ കുറിച്ച് ചാന്ദിനി ചോദിക്കുമ്പോൾ സുഭാഷ് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന പണിക്കാർക്ക് ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ് ചാന്ദിനി. സുധീഷ് പറയുകയാണ് വലിയച്ഛനും അമ്മായിയും വരുമെന്ന് തോന്നുന്നില്ല, സാധാരണ നമ്മൾ സിമെന്റ് ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമ്പോഴേ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാ. ഇപ്പൊ നമ്മള് ജോലി തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു, ആരെയും കണ്ടില്ലല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ് പണി തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ, അവര് വരില്ലെന്നാ തോന്നുന്നത്. പതിയെ പതിയെ നമ്മളെ ബന്ധുക്കളായി അംഗീകരിച്ചു തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ഈ സമയം അവിടേക്ക് വരികയാണ് ലളിതയും ഗംഗാധരനും. എല്ലാവരും ഞെട്ടി അവരെ നോക്കുമ്പോൾ ഹരീഷ് പതിയെ ചോദിക്കുന്നു സുധീഷേട്ടാ ഇവരെപ്പോഴാ വന്നത്? അപ്പൊ സുധീഷ് പറയണേ എനിക്കറിയില്ല. സുഭാഷ് പറയുന്നു വരൂ വലിച്ച അമ്മായി വരൂ. അപ്പൊ ലളിത ചോദിക്കണ കണ്ടില്ലേട്ടാ വീണ്ടും ഇവന്മാരാ പണി തുടങ്ങി, ഉളി കൊണ്ട് വീടിടിക്കുന്നു. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ എടി ബുദ്ധിയില്ലാത്തവളെ, ഉളി കൊണ്ട് ആരെങ്കിലും വീടിടിക്കുവോ? ആ ജനല് ശരിയാക്കുക. ലളിത ചോദിക്കണ ആരോട് ചോദിച്ചിട്ടാ എന്റെ വീടിന്റെ ജനല് ശരിയാക്കുന്നത്? ഭാസ്കരൻ ചോദിക്കണ ആരോടെ ചോദിക്കേണ്ടത്? എന്റെ വീടിന്റെ ജനല് ശരിയാക്കുന്നതിന് ഞാൻ ആരോടൊക്കെ ചോദിക്കണം? നിന്റെ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടാണോ നീ ചെയ്യിക്കുന്നത്? ഗംഗാധരൻ പറയണ ഈ വീടും ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ഞങ്ങളുടെ സ്വന്തമാ, ഇവിടെ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാനുള്ള അധികാരമില്ല. ലളിത പറയണ കണ്ടില്ലേ പണിക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, നമ്മുടെ കണ്ണ് തെറ്റിയാൽ വീട് തന്നെ ഇടിക്കും ഇവര്. അപ്പൊ സുഭാഷ് പറയണ വെലേച്ച ഞങ്ങള് വലിയ പണിയൊന്നും നടത്തുന്നില്ല, ആ ജനൽ അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു, ആ ജനലിലൂടെ പാമ്പ് അകത്തേക്ക് കയറി, അതുകൊണ്ടാണ് ഇത് ശരിയാക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ നോക്ക് ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പണി ചെയ്യിപ്പിക്കുന്നു, നിങ്ങളെ പേടിച്ച് പണി നിർത്താനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് പോയി ചെയ്യും. ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ് ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവരിനി ഈ വീട്ടിൽ താമസിക്കണ്ട, ഇവിടെ ഇറക്കി വിടണം. അപ്പൊ ഹരീഷ് പറയുകയാണ് ഞങ്ങൾ എന്ത് തെറ്റാ പറഞ്ഞത്? ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാ, ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ഞങ്ങളുടേതാ, നിങ്ങൾ താമസിക്കുന്ന വീടും അതിന് ചുറ്റുമുള്ള സ്ഥലവും നിങ്ങളുടേതല്ലേ, അതുപോലെ തന്നെ ഇതും. ഇത് കേട്ട് ലളിത പറയുകയാണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയിൽ പോയി പറയണം, നിന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്തിന്റെ കാര്യം പറയുന്നത് പോലെയാണല്ലോ നീ പറയുന്നത്, ഇയാൾ കുടിച്ച് എല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ, വഴക്കിനാണെങ്കിൽ നീ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ദേ നോക്ക് ഈ വീട് ഞങ്ങളുടെ വീടാ, കോർട്ടില് കേസ് നടന്നുകൊണ്ടിരിക്കുക, കോർട്ടിൽ കേസുള്ള വീട്ടില് നിങ്ങൾ എങ്ങനെ പണി ചെയ്യും? അപ്പൊ സുഭാഷ് പറയണ അമ്മായി ഒന്ന് മനസ്സിലാക്ക്, നിധിയുടെ റൂമിലേക്ക് ഒരു പാമ്പ് വന്നു, പാവം കുട്ടി ഒരുപാട് ഭയന്നുപോയി, ആ ജനല അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പാമ്പ് അകത്തേക്ക് വരുന്നത്, ആ ജനൽ അടച്ചാൽ പേടിക്കാതെ കിടന്നുറങ്ങാമല്ലോ, അത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഗംഗാധരൻ പറയണ എടാ പാമ്പ് വന്നെങ്കിൽ വീട് ഒഴിഞ്ഞു പോകും, ഞങ്ങളുടെ വീട് നിങ്ങൾ എങ്ങനെ ശരിയാക്കുക? അപ്പൊ ഭാസ്കരൻ പറയണ ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ, ഇവിടെ പാമ്പ് വരുന്നതും പല്ലി വരുന്നതും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ വന്ന് വിശദീകരിക്കണ്ട, ഇറങ്ങിപ്പോ. അങ്ങനെ ഭാസ്കരനും ലളിതയും ഗംഗാധരനും കൂടി വഴക്കുണ്ടാക്കുകയാണ്. സുഭാഷ് അവരെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും ഭാസ്കരനും ഗംഗാധരനും ലളിതയും കേൾക്കുന്നില്ല. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് ഗംഗാധരനെ പിടിച്ചു തെളുകയാണ് ഭാസ്കരൻ. ഗംഗാധരനെ താങ്ങി പിടിച്ചുകൊണ്ട് ലളിത പറയണ നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഗംഗാധരൻ പറയണ നിങ്ങൾ ഈ വീട്ടിൽ താമസിപ്പിച്ചത് തെറ്റായി പോയി, വിൽപത്രവുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയണ പോയി എടുത്തിട്ട് വാടാ. ലളിത പറയണ നമുക്ക് ഇവർക്കുള്ള പണി കൊടുക്കാം, ചേട്ടൻ വാ. അങ്ങനെ ഗംഗാധരനെയും കൂട്ടി ലളിത അവിടെ നിന്ന് പോകുമ്പോൾ
പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടൻ ജോലി ചെയ്യും. ആരാ തടയാൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. തുടർന്ന് പോലീസുകാരെയും കൂട്ടി അവിടേക്ക് വരികയാണ് ലളിതയും ഗംഗാധരനും. ഭാസ്കരൻ പറയുന്നു എനിക്കറിയായിരുന്നു നിങ്ങൾ പോലീസിനെയും കൂട്ടി വരുമെന്ന്. പോലീസുകാരെന്താ നിങ്ങളുടെ കൂട്ടുകാരാണോ? വിളിച്ചാൽ ഉടനെ ഓടി വരാൻ. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുന്നു എടോ മര്യാദയ്ക്ക് സംസാരിക്ക്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കാണ് എന്ത് മര്യാദയ്ക്ക് സംസാരിക്കാനാ സാറേ? ഇവൻ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നവനാ. ഇവൻ വിളിച്ചാൽ ഉടനെ നിങ്ങൾ വരുന്നത് ശരിയാണോ? പോലീസിനെ കണ്ടാൽ ഞങ്ങൾ എന്താ പേടിച്ചു പോകുന്നു വിചാരിച്ചോ? ഞാൻ വേണമെങ്കിൽ മിലിറ്ററിയെ വിളിക്കാം. സുഭാഷ് പറയുന്നു സർ ക്ഷമിക്കണം, അച്ഛനു വേണ്ടി ഞാൻ മാപ്പ് പറയുക. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുകയാണ് മുതിർന്ന ഒരാളായതുകൊണ്ട് ഞാൻ വെറുതെ വിടുക. ഇങ്ങനെയാണോ പോലീസുകാരോട് സംസാരിക്കുന്നത്? അകത്താക്കിയ പിന്നെ ആര് വിചാരിച്ചാലും ഇയാള് പുറത്തിറങ്ങില്ല. അപ്പൊ ഗംഗാധരൻ പറയുകയാണ് ജയിലൊന്നും ഇവന് പുതിയതല്ല, ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന സ്ഥലമാ. അപ്പൊ ലളിത പറയുകയാണ് സർ ഞങ്ങൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഇവര് ഞങ്ങളുടെ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങളുടെ അച്ഛന്റെ പേരിലുള്ള വീട്. ഈ വീട് ഞങ്ങൾക്ക് 3 പേർക്കും സ്വന്തമാ. അങ്ങനെയുള്ള ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ വീട് ഇടിച്ച് പുതുക്കി പണിയാൻ ശ്രമിക്കുകയാണ് ഇവർ. ഗംഗാധരൻ കണ്ടില്ലേ സർ, പണിക്കാരൊക്കെ ഉണ്ട്. ഈ വീട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുക. ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ പാടില്ല എന്ന കോർട്ട് ഉത്തരവുള്ളതാ. ആ ഉത്തരവ് ലംഘിച്ച് ഇവരെന്തെങ്കിലും ചെയ്താൽ ഈ വീടിന് സീല് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഓഫീസർ ചോദിക്കുന്നു കോർട്ട് ഓർഡർ ഉണ്ടോ? ഉണ്ട് സാർ എന്ന് പറഞ്ഞ് ലളിത കോർട്ട് ഓർഡർ ഓഫീസറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് വായിച്ചു നോക്കി പോലീസ് ഓഫീസർ പറയുകയാണ് കോർട്ട് ഓർഡറിൽ എല്ലാം കൃത്യമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ പണി ചെയ്യുന്നത്? ഇത് നിയമം ലംഘിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് സർ ഇവർക്ക് ഈ വീടുമായി ഒരു ബന്ധവുമില്ല. എന്റെ അച്ഛൻ മരിക്കുമ്പോൾ പറഞ്ഞത് ഈ വീട് എനിക്കാണെന്നാ. ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ് അത് ശരിയാ, നമ്മുടെ അച്ഛൻ വന്നിട്ട് ഈ റോഡെല്ലാം നമുക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആകൂ? അതെല്ലാം രേഖയായി പേപ്പറിൽ ഉണ്ടാകണം. പോലീസ് ഓഫീസർ പറയുകയാണ് ഇയാള് പറഞ്ഞത് ശരിയല്ലേ? വാക്കുകൊണ്ട് പറഞ്ഞത് തെളിവാകില്ല, അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആകുകയില്ല. ഇപ്പോഴും ഈ വീട് നിങ്ങളുടെ അച്ഛന്റെ പേരിലാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് 3 പേർക്കും അവകാശപ്പെട്ടതാ. ഇവര് കേസിന് പോയി സ്റ്റേ മേടിച്ചിട്ടുണ്ട്. നിങ്ങള് കേസ് നടത്തിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഈ വീട് ഇടിക്കാൻ. അപ്പൊ സുഭാഷ് പറയുകയാണ് സർ ഇവര് പറയുന്നത് പോലെ ഞങ്ങൾ വീട് ഇടിക്കുകയൊന്നും അല്ല, ചെറിയ പണികളാ ചെയ്യുന്നത്. ജനലിലൂടെ ഒരു പാമ്പ് അകത്തേക്ക് കയറി, ആ ജനല് ശരിയാക്കുക. പിന്നെ ചെറിയ ചെറിയ ഓട്ടകളുണ്ട്, അത് അടയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ജീവിക്കുന്ന വീട്ടില് ചെറിയ കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർ? ലളിത ചോദിക്കാണ് നിന്നോട് ആരാടാ പറഞ്ഞത് ഈ വീട്ടിൽ താമസിക്കണമെന്ന്? വീട് ആരുടേതാണെന്ന് തീരുമാനം ആകുന്നത് വരെ വേറെ എവിടെയെങ്കിലും താമസിക്കണം നിങ്ങൾ. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയുകയാണ് ഇവര് പറയുന്നത് ശരിയല്ലേ? വീട് ആരുടേതാണെന്ന് തീരുമാനം ആയതിനു ശേഷം നിങ്ങൾ പണികൾ ചെയ്യുന്നതല്ലേ ശരി? അപ്പൊ ഭാസ്കരൻ പറയുകയാണ് ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുക സാർ, ഇവർക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. എന്താ കാശ് വല്ലതും തന്നോ? ഇത് കേട്ട് കോൺസ്റ്റബിൾ പറയുകയാണ് എടോ മര്യാദയ്ക്ക് സംസാരിക്ക്, ഇല്ലെങ്കിൽ ജയിലിൽ പോയി ഇരിക്കേണ്ടി വരും. പോലീസ് ഓഫീസർ പറയുകയാണ് നോക്ക് ഈ വീട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുന്നു, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ് തെളിവുണ്ട്, എനിക്ക് എഴുതി തന്നതാ, അതെങ്കിൽ കാണിക്കുന്ന. പോലീസ് ഓഫീസർ പറയുമ്പോൾ ഭാസ്കരൻ പറയണ അതെവിടാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയണ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത്, തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്നു, എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല. സുഭാഷ് ചോദിക്കുന്നു വലിയ ഞങ്ങൾ ഇവിടെ ചെറിയ പണികളല്ലേ നടത്തുന്നുള്ളൂ, അതിനെന്തിനാ പോലീസുകാരെയൊക്കെ വിളിച്ചത്? അപ്പൊ ഗംഗാധരൻ പറയുകയാണ് ഇതാണോ ചെറിയ പണി? ഇപ്പൊ ഇതിന് സമ്മതിച്ചാൽ നിങ്ങൾ നാളെ ഈ വീട് ഇടിച്ചിട്ട് വലിയ അപ്പാർട്ട്മെന്റ് പണിയും. ഞാൻ ജീവനോടെ ഉള്ള കാലത്തോളം ഈ വീട് ഞാൻ വിട്ടുതരില്ല. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ തന്നെ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭാസ്കരൻ ഒരു വലിയ കല്ലുമെടുത്ത് ഗംഗാധരന്റെ നേരെ ഓടി വരുമ്പോൾ ഭാസ്കരനെ തടയുകയാണ് സുഭാഷും സുധീഷും ഹരീഷും. ലളിത പറയുന്നു സാറെ കണ്ടില്ലേ, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ കൊല്ലാൻ വരുന്നത്. ഇയാളുടെ ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയതാ, നീ കണ്ടായിരുന്നോ? ഒന്ന് പോടീന്ന് ഭാസ്കരൻ പറയുമ്പോൾ ലളിത പറയുകയാണ് ഇയാൾക്ക് ഞങ്ങളുടെ അച്ഛൻ സ്വത്തുക്കളൊന്നും കൊടുത്തിട്ടില്ല. സാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെ കൊന്നേനെ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് എന്താ അഭിനയം, ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ലളിതയെ അടിക്കാനായി വരികയാണ് ഭാസ്കരൻ. ലളിതയൊക്കെ പറയുന്നു സാറെ കണ്ടില്ലേ അടിക്കാൻ വരുന്നത്. അപ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ് എടോ നിർത്തടോ, എന്റെ മുന്നിൽ വെച്ച് കൈ ഉയർത്തുന്നു. ആദ്യം ഈ വീട് ആരുടേതാണെന്ന് തീരുമാനിച്ചിട്ട് പണി ചെയ്താൽ മതി, പണിക്കാരെല്ലാവരും ഇവിടുന്ന് പോണം. അപ്പൊ സുഭാഷ് പറയുകയാണ് സർ പ്ലീസ് സർ, ഞങ്ങൾ വലിയ പണികളൊന്നും ചെയ്യില്ല സർ, ആ ജനല് മാത്രം ഒന്ന് ശരിയാക്കിക്കോട്ടെ, ഞങ്ങൾക്ക് അതിന് മാത്രം പെർമിഷൻ തരണം. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുകയാണ് സുഭാഷ്. അപ്പൊ ലളിത പറയുകയാണ് പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. തുടർന്ന് ലളിത പറയുകയാണ് സാർ ഇവിടുന്ന് പോയാലുടനെ ഇവര് വീണ്ടും പണി തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഈ കംപ്ലൈന്റ് തന്നത് ഇവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാനാ. ഇനി ഇവരിവിടെ താമസിക്കാൻ പറ്റില്ല. ഇവരിവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകില്ല. ഞങ്ങളുടെ പണിയൊക്കെ കളഞ്ഞിട്ട് ഇവരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് ലളിതേ കുറച്ച് ഓവർ ആകുന്നുണ്ട്. ഞാൻ നിന്റെ മോളുടെ വീട്ടിലേക്ക് പോയാലുണ്ടല്ലോ നിന്റെ മോളുടെ ജീവിതത്തിന്റെ കാര്യം
കാര്യം തീർന്നു കിട്ടും. അപ്പൊ ഗംഗാധരൻ പറയുകയാണ്, സർ സാറിന്റെ മുന്നിൽ വെച്ച് അയാൾ സംസാരിക്കുന്ന കേട്ടില്ലേ, ഞങ്ങളുടെ വീട്ടിലെ പെങ്കൊച്ചിന്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന്. ഇവനെയൊക്കെ എങ്ങനാ ഈ വീട്ടിൽ താമസിപ്പിക്കുക? സാർ ഇവരെ ഇവിടെ ഇറക്കി തരണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അവരുടെ അരികിലേക്ക് വന്ന് വഴക്കുണ്ടാക്കുകയാണ് ഭാസ്കരൻ. പോലീസ് ഓഫീസർ കോൺസ്റ്റബിളിനോട് രഹസ്യമായി എന്തോ പറഞ്ഞിട്ട് അയാളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പോലീസ് ഓഫീസർ പറയുന്നു, എന്റെ കൺമുന്നിൽ വെച്ച് ഇവരെ അടിക്കാനായി വരികയാണ് നിങ്ങൾ. ഇവർക്ക് വലിയൊരു ശല്യമാണ് ഈ കുടുംബത്തിലുള്ളവർ. ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ തെറ്റാണ്. കുടുംബ പ്രശ്നം ആയതുകൊണ്ടാ ഞാൻ ഇവിടെ ക്ഷമയോടുകൂടി നിൽക്കുന്നത്. ഈ വീട് ആരുടേതാണെന്ന് കോടതി തീരുമാനിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചാൽ മതി. ആദ്യം നിങ്ങൾ എല്ലാവരും ഇവിടെ ഇറങ്ങിപ്പോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി പോലീസുകാരനെ നോക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ലളിതയും ഗംഗാധരനും. ഭാസ്കരൻ ചോദിക്കുന്നു, ഇറങ്ങി പോകാനോ? സുധീഷ് പറയുകയാണ്, സർ ഇതാ ഞങ്ങളുടെ വീട്. കോർട്ടില് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറ്റുമോ? കേസ് ഒരുപാട് വർഷങ്ങൾ കാണും. അതുവരെ ഞങ്ങൾ എവിടെ താമസിക്കും? ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ്, എവിടെയെങ്കിലും പോടാ. ഈ നാട് വിട്ടു പോവുകയോ കേരളം വിട്ടു പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ നാടിനൊരു സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, ദേ നോക്ക്, കേസ് അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കോർട്ട് ഓർഡറിന് പോലും നിങ്ങളൊരു വില കൊടുത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. വീട് സീല് വെക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തോ. ഈ വീട് സീല് വെക്കാൻ പോകുക. ഭാസ്കരൻ ചോദിക്കുന്നു, എന്ത് സീല് വെക്കാൻ പോകുന്നതോ? സർ ഇത് എന്റെ വീടാ. സീല് വെക്കാനൊന്നും പറ്റില്ല. ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ. ഈ വീടുമായി ഇവർക്ക് ഒരു ബന്ധമില്ല. അപ്പോൾ പോലീസ് ഓഫീസർ പറയുക, നിങ്ങൾ കോടതിയിൽ വക്കീലിനെ വെച്ച് വാദിച്ച് ഇത് നിങ്ങളുടെ വീടാണെന്ന് തെളിയിക്ക്. അത് കഴിഞ്ഞ് വീട്ടിൽ താമസിക്കുകയോ വീടിടിച്ച് അപ്പാർട്ട്മെന്റോ ബംഗ്ലാവോ എന്താന്ന് വെച്ചാ പണിതോ. ആരും ചോദിക്കാൻ വരില്ല. ഇങ്ങനെ കുടുംബ വഴക്കിനൊന്നും പോലീസുകാർക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. കോൺസ്റ്റബിൾ പറയുന്നു, സാറ് പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ ഇറങ്ങണം. സീല് വെച്ചതിന് ശേഷം ആർക്കും അകത്തേക്ക് പോകാൻ പറ്റില്ല. കൈകൂപ്പി സുഭാഷ് പറയുന്നു, സർ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. പണി ഉടനെ നിർത്താം. പെട്ടെന്ന് ഞങ്ങളോട് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? പ്ലീസ് സർ അതൊന്നും പറ്റില്ല എന്ന് പോലീസ് ഓഫീസർ പറയുമ്പോൾ ഗംഗാധരന്റെ അരികിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു, വലിയച്ച സഹായിക്കണം. ഞങ്ങൾ ഇനി ഇവിടെ ഒരു പണിയും ചെയ്യില്ല. പെട്ടെന്ന് ഞങ്ങളോട് ഈ വീട് വിട്ടിറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അമ്മായി ഒന്ന് പറ. ഞങ്ങൾ ജനിച്ചത് മുതൽ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അങ്ങനെ സുഭാഷ് അപേക്ഷിക്കുമ്പോൾ അവർ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. തുടർന്ന് ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, നിന്റെ അച്ഛൻ എന്നെ പിടിച്ചു തള്ളും, കൊല്ലാൻ ശ്രമിക്കുന്നു. എന്റെ പെങ്ങളെ തള്ളുന്നു, അടിക്കുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണം. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ഹരീഷ് പറയണ, സർ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഈ വീട് വിട്ട് പോകാൻ പറ്റില്ല. അതിനൊക്കെ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? രാവിലെ വരെ ഇത് ഞങ്ങളുടെ വീടായിരുന്നു. ഇപ്പൊ ഇവര് തന്ന കംപ്ലൈന്റ് കാരണം ഇത് ഞങ്ങളുടെ വീടല്ലാതാകുമോ? അപ്പൊ ലളിത പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞില്ലേടാ? മലയാളത്തിലല്ലേ പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാലേ നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പോകും. ഞാൻ തന്നെ എടുത്ത് പുറത്തേക്ക് എറിയാന്ന് പറഞ്ഞ് ലളിത അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ മാറി നിക്കടി എന്ന് പറഞ്ഞ് ലളിതയെ പിടിച്ച് തള്ളുകയാണ് ഭാസ്കരൻ. ഗംഗാധരൻ ലളിതയെ താങ്ങി പിടിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താ അച്ഛാ ഇത്? വെറുതെ ഇരിക്കൂ. ഗംഗാധരൻ പറയാണ്, കണ്ടില്ലേ സാറേ, ഒരു സ്ത്രീ ആണെന്ന് പോലും നോക്കാതെ പിടിച്ചു തള്ളുന്നത്. ഭാസ്കരൻ ചോദിക്കുന്നു, ആരാ സ്ത്രീ? ഇവളാണോ സ്ത്രീ? ഇവളൊരു രാക്ഷസിയാ. ഇത് കേട്ട് പോലീസ് ഓഫീസർ പറയണ, നിർത്തടോ. ഈ വീട്ടിൽ ഇനി ആരും താമസിക്കാൻ പറ്റില്ല. സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങി പോകാൻ നോക്ക്. വീട് ആർക്കാണെന്ന് കോടതി തീരുമാനിക്കട്ടെ. ചേട്ടനാണോ അനിയനാണോ പെങ്ങക്കാണോ എന്ന് കോടതി പറയും. അതുവരെ ഈ വീട്ടിൽ ആരും താമസിക്കാൻ പാടില്ല. 10 മിനിറ്റ് സമയം തരാം. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിക്കോണം. സുഭാഷ് ചോദിക്കുന്നു, സർ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? അപ്പൊ ഗംഗാധരൻ പറയണ, എവിടെ വേണമെങ്കിലും പോകടാ. ഈ നാട് വിട്ട് തന്നെ പോകും. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, നീ എപ്പോഴും പോലീസുകാരെയും കൂട്ടിക്കൊണ്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്. അല്ലാതെ നീ പുറത്തിറങ്ങുമല്ലോ. അപ്പൊ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭാസ്കരൻ ഗംഗാധരന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അച്ഛൻ എങ്ങോട്ട് മാറുന്നു പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെ പിടിച്ചു മാറ്റുകയാണ്. പോലീസ് ഓഫീസർ പറയുന്നു, എടോ സീല് വെക്കുന്നത് വരെ നിങ്ങൾ ഒരു വാക്ക് മിണ്ടരുത്. കോൺസ്റ്റബിൾ അയാളെ പിടിച്ച് അവിടെ ഇരുത്ത്. അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഭാസ്കരനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുകയാണ് കോൺസ്റ്റബിൾ. പോലീസ് ഓഫീസർ അരികിലേക്ക് വന്ന് സുധീഷ് പതിയെ പറയുന്നു, സർ ഒന്ന് വരാമോ? സാർ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അത് തരാം. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എടോ തനിക്ക് എന്നെ കണ്ടപ്പോൾ കൈക്കൂലി വാങ്ങുന്ന ആളായിട്ട് തോന്നിയോ? പോലീസിന് കൈക്കൂലി കൊടുത്തെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കേസ് എടുത്ത് ഞാൻ അകത്താക്കും. നിങ്ങൾക്ക് തന്ന 10 മിനിറ്റ് കഴിയാറാകുന്നു. അകത്ത് പോയി സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വാ. ഈ സമയം സീല് വെക്കാനുള്ള ആളുകൾ അവിടേക്ക് വരികയാണ്. പോലീസ് ഓഫീസർ പറയുന്നു, ദേ നോക്ക്, വീട് പൂട്ടി സീല് വെക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്ക്. ഇനി എനിക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ. സർ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് സുഭാഷ് അപേക്ഷിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ അകത്തേക്ക് വാ. വലിയൊരു വീട്. ഇത് മാത്രമല്ലല്ലോ ഈ ലോകത്ത് വീടായിട്ടുള്ളത്. നമുക്ക് പോകാം. ഇത് കേട്ട ലളിത പറയുകയാണ്, അത് തന്നെ, ഇറങ്ങി പോകാൻ നോക്ക്. ഭാസ്കരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുഭാഷ് പറയുകണ, സർ അച്ഛനെയും കുട്ടി അകത്തേക്ക് പോട്ടെ. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ വരില്ലടാ, ഇത് എന്റെ വീടാ. ഞാൻ എന്തിനാ വരുന്നത്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, ദയവ് ചെയ്ത്
വാശ. അങ്ങനെ സുഭാഷ് ഭാസ്കരനെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി ലളിതയും ഗംഗാധരനെയും തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറിയുന്ന ഹരീഷ് പറയണ, സുധീഷേട്ടാ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ? അപ്പൊ സുധീഷ് പറയണ, വീടടാ ഇതെന്താ വലിയ ഐശ്വര്യമുള്ള വീടാണോ? ഒരു നശിച്ച വീടാ. അപ്പൊ ഹരീഷ് പറയണ, എന്താണെങ്കിലും ഇത് നമ്മുടെ വീടല്ലേ സുധീഷേട്ടാ, ഈ വീട് വിട്ട് നമ്മൾ എങ്ങോട്ടാ പോവുക? അപ്പൊ സുധീഷ് പറയണ, എവിടേക്കെങ്കിലും പോവാടാ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ കഷ്ടകാലം തീരുമായിരിക്കും. സുഭാഷേട്ടാ വിഷമിക്കാതെ പോയി ഡ്രസ്സെല്ലാം എടുത്തു വെക്ക്, നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് ഇത് നമ്മുടെ വീടാ. ഹരീഷ് പറയുന്നു, വീട് സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഈ വീട് നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ സുധീഷ് ചോദിക്കണ, അതുകൊണ്ട് ഇവിടെ നിന്ന് വഴക്ക് കൂടണമെന്നാണോ? പോലീസ് അവരുടെ ഭാഗത്താ, നമ്മൾ വഴക്കിട്ട് എന്ത് പറഞ്ഞാലും ശരിയാകില്ല, നമുക്ക് ഇവിടുന്ന് പോകാം. എഴുന്നേക്ക്, ഈ വീടിന്റെ ശാപം ഇന്നത്തോടുകൂടി അവസാനിച്ചെന്ന് വിചാരിച്ചാൽ മതി. സുഭാഷേട്ടാ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്ക്. എടാ ഹരീഷേ, നികേഷ് നിങ്ങളും പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെക്ക്. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എടാ നികേഷ്, നീ നിന്റെ ബുക്കും സാധനങ്ങളും എല്ലാം എടുത്തു വെക്ക്. എന്താണ് നോക്കുന്നത്? പോകാനല്ലേ പറഞ്ഞത്? അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് നിധി വരാൻ സമയമാകുന്നല്ലോ. അപ്പൊ സുധീഷ് പറയണ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സുഭാഷേട്ടാ, നിധിയോട് ഞാൻ സംസാരിച്ചോളാം. നിധി ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് തന്നെ അവളും പറയും. ഭാസ്കരൻ പറയണ, എടാ പോലീസും പറഞ്ഞത് കേട്ട് നമ്മൾ ഈ വീട് വിട്ടിറങ്ങിയ പിന്നെ നമുക്ക് ഈ വീട് ഇല്ലാതാകും. ഈ വീട് വിട്ട് ആരും പോകരുത്, ഞാനാ പറയുന്നത്. അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഈ വീട് നമ്മുടെ വീടാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? പോയി നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഈ സമയം ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് നിധി. പോലീസ് വണ്ടിയും പോലീസുകാരെയും ഒക്കെ കണ്ട് ടെൻഷനോടുകൂടി അകത്തേക്ക് ഓടി കയറി വരികയാണ് നിധി. സുഭാഷേട്ടാ എന്താ പറ്റിയത്? പുറത്ത് പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സുഭാഷ് പറയണ, വീട് ശരിയാക്കാൻ വേണ്ടി പണി തുടങ്ങിയതാ. സാധാരണ പോലെ വലിയച്ഛനും അമ്മായിയും വന്ന് പ്രശ്നം ഉണ്ടാക്കി, പോലീസുകാരെയും കൂട്ടിക്കൊണ്ടാണ് അവര് വന്നത്. പോലീസുകാർ നമ്മളോട് ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാ പറയുന്നത്. നമ്മുടെ വീട് പൂട്ടി സീല് വെക്കാൻ പോവുകയാണെന്ന്. ഞെട്ടി നിധി ചോദിക്കുന്നു, സീല് വെക്കാൻ പോകുന്നെന്നോ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി നടക്കുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാധാരണ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകാറുള്ളത്, ഇപ്പം വീട് വിട്ട് ഇറങ്ങണമെന്നാ പറയുന്നത്. നമ്മൾ എങ്ങോട്ടാ പോവുക? സീല് വെക്കാനുള്ള ആളുകൾ വരെ വന്നു. അപ്പൊ സുധീഷ് പറയണ, വെറുതെ ഇരിക്കടാ, ഇതൊക്കെ ഒരു വീടാണോ? ഇത്രയും നാളും നമ്മൾ ഇവിടെ താമസിച്ചാൽ തന്നെ വലിയ കാര്യമാ. ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ നമ്മുടെ കഷ്ടകാലം മാറും, നമുക്ക് ഇവിടുന്ന് പോകാം. വിഷമത്തോടുകൂടി സുഭാഷ് പറയുന്നു, മോള് പോയി മോളുടെ ഡ്രസ്സെല്ലാം എടുത്തു വെക്ക്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വീടിന് സീല് വെക്കാൻ ആള് വരെ വന്നു, സമയമില്ല, മോൾ അകത്തേക്ക് പോ. വാട നികേഷ് എന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിനെയും കൂടി അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് ഹരീഷും ചാന്ദിനിയും അവിനാശും. നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോവുക? അപ്പൊ സുധീഷ് പറയണ, എവിടേക്കെങ്കിലും പോകണം, അവര് നമ്മളെ അപമാനിക്കുകയാണ്, ആ അപമാനം താങ്ങി നമ്മൾ ഇവിടെ താമസിക്കേണ്ട കാര്യമുണ്ടോ? നിധി ചോദിക്കുന്നത്, സുധീഷ് എന്താ ഇങ്ങനെ പറയുന്നത്? അവരെ സമാധാനിപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിന് പകരം പോകാന്ന് പറഞ്ഞാൽ എങ്ങനാ? അപ്പൊ സുധീഷ് പറയണ, വേറെ എന്താ പറയുക നിധി, കോടതിയിൽ പോയി തെളിയിക്കാനാ പറഞ്ഞത്. ഇത് നമ്മുടെ വീടാണെന്ന് തെളിയിച്ചാൽ നമുക്ക് ഈ വീട്ടിൽ തിരിച്ചു വരാം. ഈ വീട് നമ്മുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല, പിന്നെ എങ്ങനാ ഞാൻ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുക? ഇത് കേട്ട് നിധി ഭാസ്കരനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധി പോയി റെഡിയാകുക, ഈ വീടല്ലെങ്കിൽ വേറൊരു വീട്. ഈ വീട്ടിൽ ആർക്കും ഒരു നല്ലത് നടന്നിട്ടില്ല, നാട്ടുകാരെല്ലാം നമ്മുടെ വീടിനെ പറ്റി മോശമായിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഈ തീരുമാനം നമ്മൾ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ഒടുവിൽ വീടിന് സീല് വെച്ചിട്ടാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നേ. സുധീഷ് പോലീസുകാരോട് സംസാരിച്ചു വന്ന നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എല്ലാവരും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണമെന്നാ പറയുന്നത്. നമുക്കൊരു അഭിമാനമില്ലേ? എത്ര നാളാ ഇങ്ങനെ ഇവിടെ താമസിക്കുക? എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. വീടിനകത്ത് പാമ്പ് കയറി, അതുകൊണ്ടാണ് വീട് ഒഴിഞ്ഞു പോകുന്നതെന്ന് വിചാരിച്ചാ മതി. വേറെ എന്ത് ചെയ്യാനാ? നിധി പോയി ഡ്രസ്സൊക്കെ എടുത്തു വെക്ക്, ഞാനും ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ. അങ്ങനെ സുധീഷ് കണ്ണീര് തുടച്ച് ചുറ്റും നോക്കുമ്പോൾ കണ്ണു നിറങ്ങിയ സുധീഷിനെ നോക്കുകയാണ് നിധി. തുടർന്ന് ബാഗ് എല്ലാം എടുത്ത് സുഭാഷും സുധീഷും ഹരീഷും നികേഷും നിധിയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നാലെ വരികയാണ് അവിനാശും ചാന്ദിനിയും. ലളിത ചോദിക്കുകയാണ്, ഈ 4 ബാഗ് എടുത്തോണ്ട് വരാനാണോ ഇത്രയും സമയം എടുത്തത്? പെട്ടെന്നാവട്ടെ. ഭാസ്കരനും അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, ദേ നോക്ക്, ഈ വീട് വിട്ടിറങ്ങാൻ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു, ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഗംഗാധരൻ പറയുകയാണ്, ദേഷ്യം കണ്ടില്ലേ, ഇത്ര അപമാനങ്ങൾ സഹിച്ചിട്ട് വേണമായിരുന്നോ ഈ വീട് വിട്ടിറങ്ങാൻ? പോലീസ് ഓഫീസർ ചോദിക്കുന്നു, വീണ്ടും തുടങ്ങിയോ? സർ സീല് വെക്ക്. കിടക്കൂടിന്റെ വാതിലടച്ചു പൂട്ടി സീല് വെക്കുകയാണ്. ഇത് കണ്ട് വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. ലളിതയും ഗംഗാധരനും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ഭാസ്കരനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് ഗംഗാധരനും ലളിതയും. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? ഞങ്ങള് താമസിച്ചിരുന്ന വീട് സീല് വെപ്പിച്ചില്ലേടാ? എന്റെ അച്ഛൻ എനിക്ക് തന്ന വീടാണിത്, നിങ്ങൾക്ക് എന്താ സ്വത്തുക്കളില്ലേ? മറ്റൊരാളുടെ സ്വത്ത് ആഗ്രഹിക്കുന്നത് എന്തിനാ? ഞങ്ങളെ തെരുവിലിറക്കിയില്ലടാ, മനസ്സ് നൊന്ത് പറയുക, നിങ്ങൾക്ക് ഗുണം വരില്ല, നിങ്ങൾ രണ്ടുപേരും നശിച്ചു പോകും. ഇത് കേട്ട് ലളിത പറയുകയാണ്, കേട്ടില്ലേ സർ, ഇയാള് സംസാരിക്കുന്നത്, ഇതും കൂടി ചേർത്ത് ആക്ഷൻ എടുക്കണം. പോലീസ് ഓഫീസർ പറയുകയാണ്, ഇതിനൊന്നും കേസ് എടുക്കാൻ പറ്റില്ല. ഗംഗാധരൻ പറയുകയാണ്, നിങ്ങൾ കാരണം ഞങ്ങൾ ഒരുപാട് അപമാനം സഹിച്ചിട്ടുണ്ട്, ഇനിയും വയ്യ, ഈ വീഡിയോ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്ന നല്ലത്, ഇനി നിങ്ങളെ താങ്ങാൻ ഞങ്ങൾക്ക് വയ്യ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഓ ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളുടെ തോളത്തല്ലേ ഇരുന്നത്, വലിയ ഡ്രാമ കളിച്ച് ജയിച്ചില്ലേ? അപ്പൊ ലളിത പറയുകയാണ്, ജയിച്ചു, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഇയാൾ ശപിച്ചില്ലേ? അങ്ങനെ ശപിക്കാനല്ലേ പറ്റൂ? എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങി പോകാൻ നോക്ക്. അപ്പൊ ഹരീഷ് പറയുകയാണ്, മതി,
ഞങ്ങൾ ഇറങ്ങിയില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സുഭാഷ് ഏട്ടാ വാ നമുക്ക് പോകാം. ലളിത പറയണ സർ പിന്നിലത്തെ കഥകും സീല് വെക്കണം, കള്ളക്കൂട്ടങ്ങളാ ആ വഴിയെ കയറും, വാ അതും സീല് വെക്കാന്ന് പറഞ്ഞ് പോലീസുകാർ പിന്നിലേക്ക് പോവുകയാണ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ വാ നമുക്ക് പോകാം. അങ്ങനെ അവർ കാറിന്റെ അരികിലേക്ക് വന്ന് വിഷമത്തോടുകൂടി തിരിഞ്ഞ് കിളിക്കൂട്ടിലേക്ക് നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്